ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ ഐ ആണ് വണ്ടി. ജനറൽ സർവീസായിട്ട് കയറ്റിയാനാണ്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ചെക്ക് ചെയ്യാനുണ്ട്. ബാക്ക് ബ്രേക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ബ്രേക്ക് ലൈൻഡർ മാക്സിമം അഡ്ജസ്റ്റിങ്ങിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് അഴിച്ചു കഴിഞ്ഞാൽ ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമുക്ക് മാറേണ്ടി വരും. നമുക്കതിൻ്റെ ഇപ്പോൾ ഫ്രണ്ട് അഴിച്ച് നിർത്തിയാണോണ്ടാണ് നമ്മളത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓൾറെഡി നമ്മൾ ബാക്ക് വീൽ അഴിച്ച് നമുക്ക് ബ്രേക്ക് ലൈൻഡർ മാറ്റേണ്ടതായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ടയർ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ഈ മോഡൽ എടുക്കുന്നതിന് നല്ലത് സാപ്പർ എന്ന് പറയുന്ന മോഡലാണ് കുറച്ചുകൂടി നല്ല ടയർ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കമ്പനി പേ ചെയ്തെടുത്താലും കുറച്ചും കൂടി നമുക്ക് ഓടിക്കാനൊക്കെ ആയിട്ട് സ്മൂത്തും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് സാപ്പർ മോഡലാണ്. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ടയർ കിടക്കുന്നത് ആ മോഡലാണ്. അപ്പോൾ അതേപോലത്തെ ടയർ ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കാരണം വെച്ചാൽ ഗ്രിപ്പ് കൂടുന്തോറും നമുക്ക് ഈ പറഞ്ഞ പോലെ തേയ്മാനം കൂടും. അതേപോലെ തന്നെ മൈലേജിന് ചെറുതായിട്ടൊക്കെ ബാധിക്കും. തന്നെയല്ല വണ്ടി ഓടിക്കാനായിട്ട് നമുക്ക് ഒരുപാട് ഒരു കംഫർട്ട് കിട്ടാത്ത കണ്ടീഷനിലേക്ക് വരും. കുറച്ചുകൂടി ബെറ്റർ നമുക്ക് അത് ചൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് നോക്കുമ്പോൾ നല്ല ഫിൽറ്ററാണ് കിടക്കണേ. ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചത്. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ പറയത്തക്ക ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ഈ സൈഡിൽ ചെറിയൊരു നനവ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഞാൻ നോക്കട്ടെ, അത് പ്രോബ്ലം ആവാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടാം. ചെറിയൊരു നനവാണ്, നോക്കിയിട്ട് നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്കത് മാറ്റിയിടാം. കാരണം ഞാൻ നമുക്ക് കറക്റ്റ് 4 സർവീസ് 4 മാസം നമ്മൾ 4 മാസം കൂടുമ്പോൾ നമുക്ക് സർവീസ് വരാം. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യാം. ഇപ്പോൾ അടുത്ത മാസം കിടക്കുമെന്നുള്ള ദിവസം നോക്കിയിട്ട് നമുക്ക് അതനുസരിച്ച് ചെയ്യാൻ തരും. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ കമ്പനി ബെൽറ്റാണ് കിടക്കുന്നത്. ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. ബെൽറ്റ് പുതിയ ബെൽറ്റാണ് കേട്ടോ, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ, ബോസ് ഡ്രൈവ് ഒക്കെയാണത്. ഇതൊക്കെ നല്ല പുതിയതാണ്, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം. പിന്നെ ഈ ബെൽറ്റ് വർക്ക് ചെയ്യണ പുള്ളി പോലെ വർക്ക് ചെയ്യണ യൂണിറ്റാണത്. ഇത് ഇതേപോലെയാണ് വരാം. അപ്പോൾ അതിൻ്റെ ഈ തുരുമ്പുള്ളത് കൊണ്ട് തന്നെ നമ്മളത് ഫുള്ളായിട്ട് അഴിച്ചിട്ട് ഗ്രീസിങ് നടത്തുന്നുണ്ട്. നിലവിൽ വീലിനോ കാര്യമൊക്കെ ഹോളോ ഓവലാവിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളത് അഴിച്ചിട്ട് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്യുന്നുണ്ട്. അത് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ ഇൻക്ലൂഡാണ്. ആ ജനറൽ സർവീസിൽ ചെയ്യേണ്ട വർക്കാണത്. അപ്പോൾ അത് നമുക്ക് വർക്ക് നോക്കിയിട്ട് നമുക്കത് ക്ലിയർ അല്ല, തുരുമ്പിൻ്റേതായിട്ട് ഉള്ളത് കൊണ്ട് നമ്മൾ അഴിച്ചാണ്. ചെക്ക് ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് ചെറിയൊരു ടൈറ്റ് പോലെ കണ്ടതുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വെയിറ്റ് സെറ്റ് യൂണിറ്റാണ്. നിലവിൽ അത്യാവശ്യം ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ പിന്ന് ചിലപ്പോൾ ടൈറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം വർക്ക് ചെയ്യുമ്പോൾ ഇച്ചിരി ബലം തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഇതും കൂടി ഒന്ന് അഴിച്ചിട്ട് ആ പിന്ന് ഒന്ന് ക്ലാവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്യട്ടോ. കിക്കർ വീലൊക്കെ നല്ല വീലാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്കതൊന്ന് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ ഈ എഞ്ചിൻ ഹെഡിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡ് ഗ്യാസ്കറ്റ് ചെറുതായിട്ട് ലീക്കായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഇവിടെ നമുക്കത് മാറ്റിയിടാം. കാരണം കവറിൻ്റെ ഉള്ളിലായതുകൊണ്ട് പ്രത്യക്ഷത്തിൽ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടൊന്നും വരില്ല. കൂടുതലായിട്ട് ഓയിൽ ലീക്കായിട്ട് പുറത്ത് വരുമ്പോഴാണ് നമ്മൾ കാണുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് എഞ്ചിനിനകത്ത് ആകെ കൂടി 800 മില്ലി ഓയിൽ വരാം. അപ്പോൾ അതിനകത്ത് നിന്ന് ഓയിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നഷ്ടം തന്നെയാണ്. പിന്നെ നമുക്കിവിടെ എൻജിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ചെളിയാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള്. അതേപോലെ തന്നെ ഇവിടുത്തെ ഫ്ലാപ്പ് കട്ടായി പോയേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചെളിയൊക്കെ ഈ ഭാഗത്തുണ്ട്. കാരണം മൺകാടിൻ്റെ നമുക്ക് ടയറിൻ്റെ മുകളിൽ മൺകാട് ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലേക്കിടെ കുറേ ചെളി ഇതിനകത്തേക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ രീതിയിൽ തന്നെ ഒന്ന് വാട്ടർ സർവീസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ഫ്ലാപ്പ് കൂടി സെറ്റ് ചെയ്ത് നമുക്കത് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഇങ്ങടേക്ക് പ്രത്യേകിച്ച് ചെളിയുടെ പ്രശ്നം വരാത്ത രീതിയിൽ നമുക്കത് ബ്ലോക്ക് ചെയ്ത് കളയാം. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റാണ്. വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. അത് ലൊക്കേഷൻ വന്നത് എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അത് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്ത് തരാം. അതേപോലെ തന്നെ പ്ലഗ് പുതിയ പ്ലഗ്ഗാണ്. പുതിയ പ്ലഗ് എന്ന് പറഞ്ഞാൽ ഈ എയർ ഫിൽറ്റർ മാറ്റിയപ്പോൾ ആ കൂട്ടത്തിൽ ചെയ്തതാണ്. കുറച്ച് കരിയുടെ പ്രസൻസൊക്കെ കാണുന്നുണ്ട് ഹെഡിൽ. എങ്കിലും നമുക്കതൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്കതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ ഈ ലിങ്ക് ബുഷുകൾക്ക് നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഈ ഇവിടെ വന്ന കുഷൻ അസംബ്ലിയുടെ ബുഷ് മാത്രമാണ് തേയ്മാനം വന്നത്. അപ്പോൾ അതൊന്ന് അഴിച്ച് ചേഞ്ച് ചെയ്തത് നമുക്ക് ഏകദേശം ഒരു 100-110 താഴെയാണ് രണ്ട് ഷോക്കിൻ്റെയും കൂടിയിട്ട് ബുഷിൻ്റെ വന്നത് കേട്ടോ. പിന്നെ മിററിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. നമുക്കിത് മാറ്റിയിട്ട് ഡിയോ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ അതാണ്. കാരണം ഞാൻ ബാക്ക് ടൈപ്പ് ഇവിടെ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ സ്ക്രൂ ടൈപ്പ് വരാം ഡിയോൻ്റെയൊക്കെ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ അങ്ങനെ തിരിഞ്ഞു പോകുന്ന കംപ്ലയിൻറ്റ് കാണിക്കില്ല. നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഒന്നും പൊട്ടിയിട്ടില്ല. പക്ഷെ നമുക്ക് ഈ കറക്റ്റ് പൊസിഷനിൽ നിൽക്കാത്തൊരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് നമുക്ക് മാറ്റിയിട്ട് വരാം. ശരിക്കും നഷ്ടം തന്നെയാണത്. അപ്പോൾ എന്തെങ്കിലും മാറ്റി വയ്ക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഡിയോൻ്റെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് പൊട്ടിപ്പോയി കംപ്ലയിൻറ്റ് കൊണ്ട് മാറ്റണമല്ലാണ്ട് അല്ലാതൊരു പ്രോബ്ലം കൊണ്ട് നമുക്ക് മാറ്റേണ്ടി വരില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യണം. അപ്പോൾ കൂട്ടത്തിൽ അത് ചെയ്യണതായിരിക്കും ബെറ്റർ കേട്ടോ. പിന്നെ നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ പ്രശ്നമില്ല. പിന്നെ വണ്ടി ഒന്നും മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് സ്ക്രാച്ചസും കാര്യങ്ങളും ബോഡി ഡാമേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഈ ഹെഡ്ലൈറ്റിൻ്റെ കേസ് ഇവിടെയൊക്കെ ശരിക്കും സ്ക്രാച്ച് വന്നിട്ടുണ്ട് തന്നെ.
ഈ ഹെഡ്ലൈറ്റിൻ്റെ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഗ്ലാസിൻ്റെ മെയിൻ ഫോക്കസ് കൊണ്ട് ഭാഗമാണത്. അപ്പോൾ ലൈറ്റിങ്ങിനെയൊക്കെ ശരിക്കും ചെറുതായിട്ട് ബാധിക്കും. ഞാൻ അതിൻ്റെ റേറ്റ് ഒന്ന് ചോദിച്ചിട്ട് പറയാം. പറ്റുന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് മാത്രം തന്നെ ഒന്ന് മാറ്റിയിടണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. പിന്നെ ഈ ബോഡി പാനലുകളൊക്കെ സൈഡോട്ടൊക്കെ പൊട്ടിയിട്ടുണ്ട്, ഈ സൈഡ് പൊട്ടിയിട്ടുണ്ട്, ഈ ഭാഗത്തേക്കൊക്കെ പൊട്ടിയിട്ടുണ്ട്. പിന്നെ മോഡൽ ആക്റ്റീവ് ഐ ആണ്. ഐറ്റം ഓൾറെഡി അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്ത് വരുത്തി എടുക്കേണ്ട പാർട്സുകളാണ് എല്ലാം തന്നെ കേട്ടോ. പിന്നെ അതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ഓയിൽ നമ്മൾ ഊറ്റിയിടുന്ന സമയത്ത് കൂടിയുള്ള ഓയിലാണ് കേട്ടോ, വളരെ ലെവൽ കുറവാണ്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നിലവിൽ എഞ്ചിൻ ഓയിൽ ലെവൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ എഞ്ചിനുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളിലേക്കും അതിൻ്റെ കംപ്ലയിൻസ് ഇല്ല. കാരണം വെച്ചാൽ ലൂബ്രിക്കേഷൻസ് നടക്കില്ല, വണ്ടി പെട്ടെന്ന് ഓവർ ഹീറ്റിങ് വരും, ഓയിൽ ലെവൽ കുറയുമ്പോൾ തന്നെ ഓവർ ഹീറ്റിങ് കാണിക്കും. പിന്നെ എന്ന് വെച്ചാൽ തേയ്മാനം കൂടുതലായിരിക്കും, പിസ്റ്റൺ സിലിണ്ടർ കാര്യങ്ങളൊക്കെ തേയ്മാനത്തിലേക്ക് പോകും. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓയിൽ മാറ്റിയിട്ട് അത് ക്ലിയർ ചെയ്യാം. പക്ഷേ ഈ ഓയിൽ കുറഞ്ഞു പോകുന്നില്ല എന്നുള്ള കേസ് ഉറപ്പ് വരുത്തേണ്ട അത്യാവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്നുമല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നുള്ളൂ. മെയിൻ സ്റ്റാൻഡും വെച്ചിട്ട് നമുക്ക് ഓയിൽ ലെവൽ നോക്കാം. അതല്ലെങ്കിൽ ഇവിടെ ഒന്ന് പാസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഓയിൽ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യുക. അതിന് നമുക്ക് ഒരു 5 മിനിറ്റ് എടുത്ത കേസുള്ളൂ, വേറെ ചിലവോ കാര്യങ്ങളൊന്നുമില്ല, നോക്കിയിട്ട് നമുക്ക് ചെയ്തുകൊണ്ട് പോകാം. കാരണം അങ്ങനെ ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമ്മളത് എമർജൻസി ആയിട്ട് അത് റെഡി ആക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ മെയിനായിട്ടുള്ള എഞ്ചിൻ ഭാഗത്തേക്ക് അത് ബാധിക്കും. അതായത് ഇതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ഫയറിങ് നടക്കുക. അവിടേക്കാണ് ഓയിൽ കയറി വന്ന് കത്തി സൈലൻസറിലൂടെ പോകേണ്ടത് നമ്മൾ അറിയില്ല. അത് എത്ര ഓയിൽ ലെവൽ കുറവുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു പക്ഷേ സിലിണ്ടർ പ്രശ്നം തേയ്മാനം ഉണ്ടാവാം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും സൈലൻസറിൽ പുകയുടെ പ്രസൻസ് കാണാൻ പറ്റും. വെള്ള കളറിൽ, നീല കളറിന് വെള്ള കളറിൽ പുക വരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മനസ്സിലാക്കുക ഓയിൽ കയറി കത്തുണ്ടെന്നുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലെവൽ നോക്കാം, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. കാരണം ഇത് ചെയ്യാൻ വൈകിപ്പോയ കേസാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ അത്യാവശ്യം വേണ്ട ഈ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം നോക്കാം. പിന്നെ ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് പുതിയ ബാറ്ററിയാണ്, 2023 ബാറ്ററിയാണ്. എങ്കിൽ കൂടി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ടെസ്റ്റ് ചെയ്യുമ്പോൾ 12.83 വോൾട്ട് കാണിക്കുന്നുണ്ട്. നല്ല വോൾട്ടാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, അപ്പോഴും നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പുതിയ ബാറ്ററിയാണ്, എന്നാലും സർവീസുമായി ബന്ധപ്പെട്ട് അതുകൂടി ഉൾപ്പെടുത്തിയേക്കണം. അതുകൊണ്ട് ടെസ്റ്റ് ചെയ്തതെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് തരാം കേട്ടോ. അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. ഓക്കെ.